ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജീവനോട് മോഹിനി വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക കേട്ടോ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ജീവൻ പറയുന്നുണ്ട്, ഞാൻ അതിന് നേരത്തെ തന്നെ അനിലിനെ വിളിച്ചിരുന്നു വേറെ നമ്പറിൽ നിന്ന്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുക കേട്ടോ. ഹലോ അനിലല്ലേ, ഞാനെന്ന് വെച്ചാൽ അർജുനാണ്. നിങ്ങൾ പെണ്ണ് കാണാൻ പോവായിരുന്നില്ലേ കാഞ്ചന, അവരുടെ സഹോദരനാണ്. എന്താ പറ്റി? അല്ല, ഇന്ന് നിങ്ങൾ അങ്ങോട്ട് വരണ്ട പെണ്ണ് കാണാനായിട്ട്. അതെന്താ? അല്ല, ഞങ്ങൾക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല. അല്ല, കാര്യം പറയൂ, അതെന്താ കാര്യം? അല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പെണ്ണ് കാണാൻ വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അവസാനം ശരി, അയ്യോ അങ്ങനെ ഒരു ബന്ധം ഒഴിവായി പോയാലും സങ്കടത്തിലാണെങ്കിൽ ഇങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. ആ സമയത്ത് ഇവിടെ മോഹിനി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ എന്തിനാ രക്ഷപ്പെട്ടല്ലോ, അവരുടെ കല്യാണം അങ്ങനെ മുടങ്ങില്ല. അത് കഴിഞ്ഞ് നീ എന്താ ചെയ്തേ? അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തത്? ഞാൻ പെണ്ണ് കാണാൻ തന്നെ പോയത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് കാഞ്ചനെ പെണ്ണ് കാണാൻ പോയ കാര്യങ്ങളെല്ലാം മോഹിനിയോട് പറയട്ടോ. മോഹിനിക്ക് ഇതുപോലൊരു സന്തോഷമില്ല. നിൻ്റെ ധൈര്യം, നിനക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടോടോ? ദൈവമേ, ഞാൻ വിചാരിച്ചതിലപ്പുറമാണല്ലോ. നീ ഒരു കുടുംബം മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് മുൾമുനയിൽ നിർത്തിയല്ലോ എന്നിങ്ങനെ മോഹിനി പറയട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് എന്താ നടക്കണമെന്നൊക്കെ അറിയണം. അതിനൊരു കാര്യം, നിങ്ങളുടെ ചേട്ടൻ, ഇവിടുത്തെ ചേട്ടനും ആ കാഞ്ചനയെന്ന് പറയുക, കാഞ്ചനയുടെ അച്ഛനും തമ്മിൽ നല്ല ബന്ധമാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ എന്തായാലും ഈ കാര്യം സംസാരിക്കാതിരിക്കില്ല, ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ ഇനിയുള്ള അടുത്ത നീക്കം അവരുടെ എന്താണെന്നുള്ളത് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേടാ ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരും, അത് ഉറപ്പാണ്. അപ്പം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പിരിയുക കേട്ടോ. ഇവിടെ സംശയമുണ്ട് കേട്ടോ എല്ലാവർക്കും വീട്ടിൽ, എന്താ ആ പയ്യൻ മാസ്ക് എടുക്കാത്തതെന്ന്. അപ്പോൾ അനിൽ മാസ്കും എടുത്തിട്ടില്ല, കണ്ണടയും വെച്ചിരുന്നു. മുഖമാണെങ്കിൽ നേരെ ചൊവ്വേ കാണാനും പറ്റിയില്ലല്ലോ. അപ്പോൾ അർജുൻ തന്നെ പറയുന്നുണ്ട്, എന്തോ ഒരു കുഴപ്പമുള്ളതാട്ടോ എനിക്ക് തോന്നണേന്ന്. കാര്യമില്ല, എന്തായാലും കാഞ്ചന ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെന്തായാലും അറിയാതിരിക്കില്ലല്ലോ. പക്ഷെ അവളെന്താ, അയാൾ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതിന് ശേഷം ഇതുവരെ മുറിയുന്നേ ഇറങ്ങിയിട്ടല്ലോ, അവൾക്ക് എന്താ പറ്റിയെന്ന് മുത്തശ്ശൻ ചോദിക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചേച്ചിയോട് മാത്രം പറഞ്ഞാൽ മതിയോ? ഇവിടെ മുതിർന്നവരല്ലേ, അവരോടൊക്കെ അല്ലേ സംസാരിക്കണം. ഇതിപ്പോൾ ചേച്ചിയെ വന്നു അകത്ത് പോയി കണ്ടു, ശരം പോലെ ഒരു പോക്കങ്ങ് പോയി, ഇങ്ങനെയാണോ പെണ്ണ് കാണാൻ വരുന്നത് എന്നൊക്കെയാണ് അർജുൻ കേട്ടോ. അപ്പോൾ കാഞ്ചനയ്ക്ക് എന്താ പറ്റിയത്? കാഞ്ചന ഇങ്ങോട്ട് വിളിച്ചേ. അങ്ങനെ കാഞ്ചനയെ അങ്ങോട്ട് വിളിക്കുക കേട്ടോ. കാഞ്ചന മടിച്ച് പതിയെ വരികയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താ അവനെ ഇഷ്ടമായില്ലേ? അതോ ഇഷ്ടമായോ? എന്താ? ഇഷ്ടമായിരുന്നു, പണ്ട് വിവാഹം വരെ എത്തിയതായിരുന്നു, എല്ലാം മുടങ്ങിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. നീ എന്തൊക്കെയാണ് ഈ പറയണത്? എന്താ പറയണമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് കാഞ്ചന പറയുന്നത്, എന്നെ കാണാൻ വന്നത് അനിലല്ല, വന്നത് ജീവേട്ടനാണ്. ജീവേട്ടനോ? അതാരാ എന്നാകില്ല ചോദിക്കുക കേട്ടോ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇവർക്കൊക്കെ അറിയാം ആ കാര്യങ്ങളൊക്കെ. പിന്നെ ജയിലിലായിരുന്നു. അപ്പോൾ ചോദിക്കണം, മുത്തശ്ശനൊക്കെ ചോദിക്കണം, ജയിലിലായിരുന്നെങ്കിൽ പിന്നെ അവൻ എപ്പോഴാണ് ഇറങ്ങി? അത് ഇന്ന് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ അത് ശരി. അപ്പോൾ പ്രഭ പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? അവന് എന്താണ് നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കട്ടെ പ്രഭ. അപ്പോഴാണ് കാഞ്ചന പറയണത്, നീ വേറൊരാളെ കുറിച്ച് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കും. പിന്നെ എതിർക്കാനൊന്നും നിൽക്കരുത്. ഞാൻ വന്ന് വിളിക്കുമ്പോൾ നീ എന്നോടൊപ്പം ഇറങ്ങി വരണം. അങ്ങനെ എതിർക്കുകയോ വേറെ ആരെങ്കിലും തടസ്സം നിന്നാൽ എല്ലാത്തിനും തീർത്ത് കളയും. പിന്നെ ജയിലിൽ പോകാൻ എനിക്കിനി ഒരു മടിയില്ല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അർജുൻ പറയണം, അവനിക്ക് അപ്പോഴേ അവന് സംശയം തോന്നി ഇത് ശരിയല്ലാത്ത കേസാണെന്ന്. അപ്പോൾ ഗൗതം പറയും, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഇവൻ അനിലിൻ്റെ, അപ്പോൾ ആ ഫോട്ടോയിൽ അനിലിൻ്റെ രൂപവും ഭാവവും ഒന്നും അല്ലായിരുന്നു, അവൻ എന്തോ ഒരു പന്തി കിട്ടുന്നുണ്ട്, ഞാനും അപ്പോഴും പറഞ്ഞതല്ലേ. പക്ഷെ എന്നാലും അവൻ ഇവിടം വരെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നൊക്കെ ആയി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ അനിൽ എന്തുകൊണ്ടാവും വരാത്തെന്നുള്ള സംശയമായി. അനിൽ ഒന്ന് വിളിച്ച് നോക്കിക്കെന്ന് മുത്തശ്ശൻ പറയാം. അങ്ങനെ മഹേന്ദ്രൻ അനിലിനെ വിളിക്കുക കേട്ടോ. അപ്പോഴാണ് അനിൽ പറയുന്നത്, അതിനെ നിങ്ങളുടെ മകൻ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, വരണ്ട, ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ലാന്ന് എന്ന് അനിൽ പറയുമ്പോൾ ഇവർ ഞെട്ടിപ്പോവാ കേട്ടോ. അയ്യോ ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമാണ്, അത് വേറെ ആരും ചെയ്ത് വെച്ച് പണിയാൻ ചോദിക്കും. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് ശത്രുക്കൾ വല്ലതും ഉണ്ടോ? അതോ ഈ പറയുന്ന കാഞ്ചനയ്ക്ക് പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇത് കല്യാണം മുടക്കികൾ എല്ലായിടത്തും കാണുമല്ലോ, അങ്ങനെയും കണ്ട് സംഭവിച്ചതാണ്. ഞങ്ങൾക്ക് സമ്മതമാണ്, നാളെ പെണ്ണ് കാണാൻ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അനിൽ പറയണം, ഇല്ല അത് ഞാനേ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം എന്നായി. അപ്പോൾ പ്രഭയ്ക്കും സങ്കടമാവുന്നുണ്ട്. പ്രഭ ചോദിക്കണം, മഹേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ മഹേന്ദ്രൻ പറയട്ടോ, കാഞ്ചനയുടെ കാര്യത്തിൽ ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് തന്നെ നടക്കും. അല്ലാതെ ഈ പറയുന്ന അനിലുമായിട്ടാണ് നടക്കേണ്ടത്, അല്ലാതെ ഈ ജീവനുമായിട്ടല്ല. അപ്പോൾ കാഞ്ചന
എന്ന് കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ. എനിക്കിത് വാശി തന്നെയാണ്, ഞാൻ അനിലിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ കാഞ്ചന പറയാണ്, വാശി നടക്കട്ടെ, വാശിയാണല്ലോ, നിങ്ങളുടെയൊക്കെ വാശി കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇന്ന് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നു പോയത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടനെ പറഞ്ഞിട്ട് വിഷമം കൊണ്ട് കാഞ്ചന തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും മഹി പറയുന്നുണ്ട്, നിൻ്റെ ജീവിതം തകർത്ത ഞങ്ങളല്ല, നീ തന്നെയാണ് അതിന് കാരണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പം കാഞ്ചനയാണെങ്കിൽ വിഷമിച്ച് അങ്ങ് അകത്ത് കയറി പോവാണ്. അകത്ത് നിന്നിട്ട് കാഞ്ചന ആലോചിക്കണം, ഈശ്വര ഞാനിപ്പോൾ ഒറ്റപ്പെട്ട് പോവുകയാണോ? കാരണം മീനുവിനെ അഖിലേനെയൊക്കെ പ്രഭാവതി സ്നേഹിച്ച് തുടങ്ങിയല്ലോ, മീനു ശമ്പളമൊക്കെ കൊണ്ടു കൊടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം അപ്പോൾ കാഞ്ചനയെ ഒഴിവാക്കുവാണോ എന്നൊരിത് മനസ്സിൽ തോന്നി കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ഒഴിവാക്കുവാണല്ലോ ദൈവമേ. ഒരു ഭാഗത്ത് ഇവരും മറ്റൊരു ഭാഗത്ത് ജീവേട്ടനും, ഇനി ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ ഇനി എന്താ ചെയ്യുക ഈശ്വര? എന്നെ സഹായിക്കാൻ ഒരാൾ വേണമല്ലോ, എൻ്റെ കൂടെ നിൽക്കാൻ. അമ്മ ഇനി എൻ്റെ കൂടെ നിൽക്കുമെന്ന് തോന്നില്ല, ഇവളുമാരെയൊക്കെ പുറത്താക്കണമെന്നുള്ള ചിന്തയിലായിരുന്നല്ലോ ഇത്ര നാളും. അതിന് വേണ്ടി നിൽക്കുമെന്ന് തോന്നല്ല, മക്കളോടൊക്കെ ഇപ്പോൾ ഇത്തിരി സ്നേഹമൊക്കെ വന്നു തുടങ്ങിയില്ലേ, എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കൊരാൾ വേണം. അപ്പോൾ ഉടനെ തന്നെ കാഞ്ചന മനസ്സിൽ വിചാരിക്കണം, ആരെ കൂട്ടും, എൻ്റെ കൂടെ നിൽക്കാൻ ആരാ വരിക, ആലോചിക്കുക. അപ്പോൾ ഒരു ഇളയമയുണ്ട്, അമ്മയുടെ അനിയത്തി. അപ്പോൾ ആ ഇളയമയെ ഒന്ന് വിളിച്ചാലോ? അതാകുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചാൽ വരുമോ അറിയില്ല, ഒന്ന് വിളിച്ച് നോക്കാം, അതാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുമല്ലോ. അങ്ങനെ ആയിട്ടോ. അങ്ങനെ കാഞ്ചന എന്താ ചെയ്യുന്നത്, അങ്ങനെ മല്ലിക ഇളയമയെ വിളിച്ച് വരുത്താണ്. ഇതിനിടയ്ക്ക് അച്ഛൻ വലിയ സങ്കടത്തിൽ നിൽക്കണം, മഹേന്ദ്രൻ കല്യാണം നടക്കുമോ ഇല്ലേ, ഈ അനിൽ വന്ന് കാണിച്ച് കൂട്ടിയ ഇതെല്ലാം. അപ്പോൾ തന്നെ അർജുൻ പോയി പറയണം, അച്ഛൻ വിഷമിക്കാതെ, ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ, നീ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, കാഞ്ചന ചേച്ചിയുടെ വിവാഹം ഉറപ്പായിട്ടും നമുക്ക് നടത്താം, ഇത് അയാളുടെ കാര്യം നമ്മൾ നോക്കിക്കൊള്ളാം എന്ന് പറയണം. അപ്പോൾ മീനുവും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയണം, ഇതിപ്പോൾ എൻ്റെ വാശിയാണ്, നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകണം എന്ന് വെച്ചിട്ടാണ് ഞാൻ കാഞ്ചനയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം അത് മാത്രമല്ല, അനിലിന് അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല, അതും കൂടി ഇപ്പോൾ എൻ്റെ വാശിയായി മാറിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും അനിലിനെ കൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണം കാഞ്ചനയെ കഴിപ്പിക്കും എന്നായി കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മളെ പ്രഭാവതി വളരെ സങ്കടത്തോടുകൂടി വിഷമിച്ച് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മഹേന്ദ്രന് കൊടുക്കണം. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ വിഷമിച്ചിരിക്കണേ? ഇല്ല, എൻ്റെ മനസ്സിലൊരു വിഷമം, അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, നീ ഒന്ന് അമ്പലത്തിലേക്ക് പോയിട്ടോ, അപ്പോൾ ശരിയാവും എന്ന് പറയുമ്പോഴാണ് ഇതേ ഓട്ടോ വരുന്നുണ്ട്, ഒരു ഓട്ടോറിക്ഷ. ഇതാരാ ഈ രാവിലെ ഓട്ടോയിൽ വരുന്നത് നോക്കുമ്പോൾ മല്ലികയാണ് വരുന്നത് കേട്ടോ. അതായത് ഇയാളുടെ ആദ്യ ഭാര്യയുടെ അനിയത്തി, നമ്മളെ കാഞ്ചനയുടെ ഇളയമ്മ. അപ്പോൾ എല്ലാവരും ഒന്ന് അന്തം വിടുക കേട്ടോ. മീനുമൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ആരെന്ന്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇതാണ് കാഞ്ചന ചേച്ചിയുടെ ഇളയമ്മ, മരിച്ചുപോയ അമ്മയുടെ അനിയത്തി. എന്തിനാ ഇപ്പോൾ ചാടിപ്പുറപ്പെട്ട് വന്നേ എന്നിങ്ങനെ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്താ, എനിക്ക് എൻ്റെ മോളെ കാണാൻ വന്നൂടെ? എൻ്റെ മോളാണ് ഇവള് കാഞ്ചന, ഞാൻ അവളെ കാണാൻ വന്നതാണ്. പിന്നെ പ്രഭാവതി കുറേ കുത്തി പറയുന്നുണ്ട് കേട്ടോ. ഈ വീടൊന്നും, എൻ്റെ ചേച്ചി മരിച്ചതിന് ശേഷം വീട്ടിലൊന്നും ഒരു വൃത്തിയില്ല, അവിടെ ഇവിടെ പൊടി അത് ഇത്. എൻ്റെ ചേച്ചി എന്ത് നീറ്റായിട്ടേ വീട് നോക്കിക്കൊണ്ടിരുന്നത്, അതുപോലെയൊന്നും നോക്കാൻ പ്രഭാവതിക്ക് കഴിയില്ല അല്ലേ? ഇപ്പോൾ എന്ത് ഭംഗിയായിട്ടിരുന്ന ആളാണ്, ഇപ്പം എന്താ ചളിങ്ങിയ പാത്രം പോലെ ആയല്ലോ മുഖം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഒരുമാതിരി ആക്ഷേപിച്ച് അതൊന്നും നമ്മുടെ പ്രഭാവതിക്ക് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ മഹേന്ദ്രൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്താ വന്നതിൻ്റെ കാര്യം പറ. എന്താ മഹിയേട്ടാ, എനിക്കെന്താ ഇവിടെ വന്നുകൂടെ? എൻ്റെ മോളെ കാണാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, വാ മോളെ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കാഞ്ചനയും മല്ലികയും കൂടെ ഇനി ഒറ്റക്കെട്ടായി നിന്ന് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് കേട്ടോ തീരുമാനിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.